ഇന്നത്തെ യാത്രയുടെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാനും ദീപ്തിയും കൂടിയിട്ട് ഒരു വിധത്തിൽ പുട്ടൊക്കെ ആൾക്കാർ കൂടുന്നതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. തിരൂര് ഫാത്തിമ മാതാ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് സെമിനാർ ഉണ്ടായിരുന്നത്. നമ്മൾ തന്നെ 3 ബസ് നിറച്ചും ആളുണ്ട്. പോരാത്തിന് അവിടേക്ക് നിറഞ്ഞിട്ടുമുണ്ട്. കാരണം ഈ വർഷത്തെ ആദ്യത്തെ സെമിനാറാണിത്. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയത് ആദ്യം ഇത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോയി നോക്കുമ്പോൾ അവിടെ പേരും കാണാനില്ലേ. കാരണം ഞാൻ ലോക്കൽ അസോസിയേഷൻ മാറിയിട്ട് വേറെ എവിടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറ്റുന്നോടത്ത് എല്ലാവരും കൂടി കൂട്ടം കൂടി ഇരുന്നിട്ട് സീറ്റൊക്കെ റെഡിയാക്കി. ഇന്നാണ്ട് സെറ്റ് ആയപ്പോഴാണ് അടുത്ത അനൗൺസ്മെന്റ് വന്നത്. എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാണെന്ന്. ഒരു വിധത്തിൽ അവിടെയൊക്കെ നിരത്തി ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ സെറ്റായി വന്നപ്പോഴേക്കും ഫോട്ടോ എടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് നന്നായിട്ട് മഴയും തുടങ്ങി. എന്തായാലും അറേഞ്ച് ചെയ്തിട്ട് 2 ക്ലിക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള തിരിച്ചുള്ള ഓട്ടാണ് കേട്ടത്. അതിന്റെ ഇടയിൽ നമ്മുടേതായിട്ടുള്ള ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ ഒരുവിധം എല്ലാ ലോക്കൽ അസോസിയേഷനിലും സ്കൗട്ടും ഗൈഡും കബും ബുൾബുളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ചായയും സമൂസയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കോളൂ. ഈ വലത്ത് ഭാഗത്ത് കാണുന്നത് ധന്യ മേഡത്തിന്റെ, ഇടത്ത് ഭാഗത്ത് കാണുന്നത് പ്രജിത മേഡത്തിന്റെ, നടുക്ക് കാണുന്നത് എന്റെ. ഞങ്ങൾ 3 പേരുടെയും സമൂസയും ചായയാണിത്. പ്രത്യേകം പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെമിനാർ തുടങ്ങാനായപ്പോൾ സ്ഥിരം ക്ലീശേ പരിപാടികളൊക്കെ നമ്മളെ ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് ഡേയും ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ എന്തെങ്കിലും പോയിന്റ് ഒക്കെ നമുക്ക് കുറിച്ച് വെക്കാലോ. പക്ഷെ സെമിനാർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞായറാഴ്ച പോയതിന്റെ സങ്കടമൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് അതൊക്കെ പോയി കിട്ടി. അത്രയും വെറുത്തായിരുന്നു. ഈ നേരം നിൽക്കുന്നത് സൈൻ ഇടാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. ഫുഡിനുള്ള ക്യൂ ആണ്. സെമിനാറിന് വന്നു കഴിഞ്ഞാൽ എന്തായാലും ബിരിയാണി ഉറപ്പാണ്. പിന്നെ വിശപ്പിന്റെ വിളി നല്ലോണം ഉണ്ട്. കാരണം സമയം 2:30 ആയിട്ടുണ്ട്. രാവിലത്തെ ആ പുട്ടുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയോട് കൂടിയിട്ട് നമ്മൾ ഇനി യാത്ര തിരിക്കുകയാണ് കേട്ടാ. കാര്യം ആകെ കിട്ടിയ ഒരു ഞായറാഴ്ച ഇങ്ങനെയൊക്കെ പോയെങ്കിലും കൂടിയിട്ട് സംഭവം ഒരു രസം തന്നെയായിരുന്നു. ഇങ്ങനെ അവസാനം കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.